അധികം ആളുകളിലേക്ക് എത്തിയിട്ടില്ലാത്ത ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ് ഒക്കുപേഷണൽ തെറാപ്പി. ഒക്കുപേഷണൽ തെറാപ്പി എന്നുള്ളത് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു വ്യക്തി, അയാൾ മോർണിംഗ് രാവിലെ എണീക്കുന്നു, ഒരു ഓൺ റൊട്ടീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രഷ് ചെയ്യുന്നു, കുളിക്കുന്നു, ഓൺ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു, അതുപോലെ എക്സസൈസ് ചെയ്യുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അതിനിടയിൽ കൊണ്ട് ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യക്തി ഒരു ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി കാരണം, എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് കൊണ്ടോ ഒരു രോഗം കൊണ്ടോ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു ടാസ്കിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വരികയാണ്. ആ ഒരു നടക്കാനുള്ള ബുദ്ധിമുട്ടിനെ നമ്മൾ ഫിസിക്കലിയും അതേപോലെ തന്നെ ഒരാളെ മെൻ്റലി ട്രെയിൻ ചെയ്തുകൊണ്ട് ഡിപ്പെൻഡൻസിയിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആക്കുന്ന ഒരു ഫീൽഡാണ് ഒക്കുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഈ ഒരു ഫീൽഡിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫിസിക്കലി നിങ്ങൾ ട്രീറ്റ് ചെയ്യും, അതുപോലെ തന്നെ മെൻ്റലി ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾ അയാളെ എന്താ പറയുക ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പം ആ കുട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യാനെന്ന് വെച്ചാൽ ഓണായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഫിംഗേഴ്സിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ഈ 2 ഫിംഗേഴ്സ് ഫ്രാക്ചർ കൊണ്ടോ അല്ലെങ്കിൽ ഇമ്മൊബിലൈസ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടോ ആയിരിക്കാം. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്യുപ്മെൻറ്റോ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളോ വെച്ച് കൊടുത്തതിന് ശേഷം ആ കുട്ടീനെ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാം. സോ വി ആർ യൂസിങ് ദെയർ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നു, അതുപോലെ ട്രെയിനിങ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസിനെ നമ്മൾ ഫിസിക്കലി മെൻ്റലി പല രീതിയിലും മോഡിഫിക്കേഷൻസ് ആൻഡ് അഡാപ്റ്റേഷൻസ് ഉണ്ടാക്കി ആ ആളുടെ ഒരു ഡെയിലി ലൈഫിന് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ഈ ഒരു ഫീൽഡ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഇതൊരു 4.5 ഇയർ കോഴ്സാണ്. അതായത് 4 months കോഴ്സും അതുപോലെ തന്നെ 6 months കമ്പൽസറി ഇൻറ്റേൺഷിപ്പും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഒക്കുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഫസ്റ്റ് ഇയറിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന നമ്മൾ മെഡിക്കൽ സബ്ജക്ട്സുകളാണ്. ഇപ്പോൾ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഫാർമക്കോളജി അതൊക്കെ ഫോളോ ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മൾ മെൻ്റൽ ഹെൽത്ത്, അതുപോലെ പീഡിയാട്രിക്സ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റിഹാബിലിറ്റേഷൻ അങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകളിൽ കൂടെയാണ് മെയിനായിട്ടും ഈ ഒരു ഫീൽഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഒരു അഡൾട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമുള്ളതല്ല. ഇറ്റ് ഇൻക്ലൂഡ് കുട്ടികൾക്ക്, അതുപോലെ കൗമാരക്കാർക്ക്, അതുപോലെ മുതിർന്ന അതായത് പ്രായമായ എബവ് 50 ഉള്ള ആൾക്കാർക്കും ഉള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കോഴ്സ്, ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടിയിട്ട് കോളേജിൽ അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഏതൊക്കെ കോളേജുകളാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയറിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.